ഗൈസ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അവിയലാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളരിക്ക, പടവലങ്ങ, വഴുതനങ്ങ, അമരപ്പയർ, കായ, പച്ചേത്തയ്ക്ക 2 ചെറുത്, അത് ഇത്രയും അരിഞ്ഞ് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ച തക്കാളി, അരമുറി സവാള, 2 മുരിങ്ങയ്ക്കായ, 8 പച്ചമുളക്. ചേന ഞാൻ അതിൻ്റെ കൂട്ടത്തിലിടുന്നില്ല. ചേനയ്ക്ക് ഇച്ചിരി വേവുള്ളത് കൊണ്ട് ചേന വേറെ അരിഞ്ഞ് ഒരു ചെറിയ ഉരുളിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു കുറച്ച് വെളിച്ചെണ്ണ ഈ ചേന പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചേന ആദ്യമേ അടുപ്പത്ത് വെക്കുക. ചേന പകുതി വെന്ത് കഴിയുമ്പോൾ മറ്റുള്ള കഷ്ണങ്ങൾ ഇടാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് ഒരു മുറി തേങ്ങായെ, 10 കഷ്ണം ചുവന്നുള്ളി, കുറച്ച് ജീരകം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കഷ്ണം വേകുമ്പോൾ ഇത് ചതച്ച് അതിൽ ചേർക്കാനാണ്. നമ്മുടെ ചേന ഇവിടെ വെന്തു. അതിലേക്ക് ഞാൻ ബാക്കി അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം ചേർത്തു. കുറച്ച് പുളി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ മൂടി വെച്ച് ഒന്നുകൂടെ വേകണം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ, ഉള്ളി, കറിവേപ്പില, ജീരകം എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കും. കൂട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഈ തീയിൽ തന്നെ അടക്കുക. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അങ്ങനെ അവിയൽ റെഡിയായിട്ടുണ്ട്. നല്ല സൂപ്പർ അവിയലാണ്.